CS നമുക്കറിയാം കഴിഞ്ഞ 23-ാം തീയതിക്ക് ശേഷം ഇവിടെ ക്രിട്ടിക്കൽ ICUവിലാണുള്ളത്. അദ്ദേഹത്തെ ഒന്ന് കാണുക, വിവരങ്ങൾ അന്വേഷിക്കുക, കുടുംബവുമായി ബന്ധപ്പെടുക എന്ന ഉദ്ദേശത്തിലാണ് വന്നത്. മകൻ അരുൺകുമാറുമായി കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഇപ്പോഴും നല്ല രീതിയിൽ മെഡിസിനോട് പ്രതികരിക്കുന്നുണ്ട്. ചികിത്സ ഫലപ്രദമാണ് എന്നാണ് ഡോക്ടേഴ്സ് അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന വിവരം. 102 വയസ്സിലാണ് അദ്ദേഹം ഇപ്പോ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടരുന്നത്. ജീവിതകാലം മുഴുവൻ ഒരു പോരാളിയായി, കേരളത്തിലെ മുഖ്യമന്ത്രിയായും ജനത്തിനാകെ മാതൃകയായ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം പ്രവർത്തിച്ചത് നമുക്കറിയാം. 2011-2016 കാലഘട്ടത്തിലെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം. ഒരു പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരേണ്ട വിഷയങ്ങൾ, സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളോട് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ആയുരാരോഗ്യം ഇനിയും സർവശക്തൻ നീട്ടിക്കൊടുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. മറ്റൊരു ചെറിയ വിഷമം തോന്നിയത്, നമുക്കറിയാം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളർന്ന് CPIM ആയപ്പോ അതിൽ 32 പേരിലുണ്ടായിരുന്ന 31 സഖാക്കളും നാട് വിട്ട് നമ്മളെ വിട്ട് പിരിഞ്ഞപ്പോ അതില് ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഏക സഖാവാണ് സഖാവ്. ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം നിൽക്കാൻ ബാധ്യസ്ഥരായ ആരെയും ഈ ചുറ്റുപാടിൽ എവിടെയും കാണുന്നില്ല എന്നത് അങ്ങേയറ്റം സങ്കടകരം തന്നെയാണ്. ആരുടെ തിട്ടൂരത്തിന്റെ പേരിലാണ് ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥ സഖാക്കൾ അതിന് സാധ്യമല്ലാതെ ഈ SUT ഹോസ്പിറ്റലിന്റെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ വിവരങ്ങൾ അറിയാൻ കാതോർക്കുന്നു എന്ന് പറയുന്ന അപജയം തന്നെയാണ് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ വിഷയം. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 2 ദിവസം മുമ്പാണ് ഇവിടുന്ന് ചികിത്സാർത്ഥം